ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറിവേപ്പില കൊണ്ട് നല്ലൊരു വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം 100 ml നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതിലോട്ട് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ. 150 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണയിലോട്ട് ചേർക്കുന്നതിന് മുന്നേ വെളുത്തുള്ളിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റാം. പിന്നെ വെളുത്തുള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റ് മാറും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വെളുത്തുള്ളി കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എണ്ണയിലോട്ട് ഒരു ബൗള് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയിലും ഒട്ടും വെള്ളം പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ജലാംശം ഒട്ടും പാടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ക്ഷമയോടുകൂടെ ഒരുപാട് സമയമെടുത്ത് വേണം ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതി, ഏതാണെങ്കിലും നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. കറിവേപ്പില ഒരു സെപ്പറേറ്റ് ബൗളിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്, എല്ലാം കൂടെ ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് പരിപ്പും ഉഴുന്നും ഒക്കെയാണ് വറുത്തെടുക്കേണ്ടത്. ആദ്യം കടലപ്പരിപ്പൊന്ന് വറുക്കാം. അതിനായിട്ട് ഈ പാനിലോട്ട് വീണ്ടും 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 60 ml കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അല്പം എണ്ണ ബാക്കിയുണ്ട്. ഇതിലോട്ട് തന്നെ 85 ml കപ്പിൽ 1 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഉഴുന്നുപരിപ്പ് ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതിലൽപ്പം എണ്ണ ബാക്കിയുണ്ട്. ഇതിലോട്ട് നമുക്ക് പുളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. പുളി നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഈ ഒരളവിൽ കറിവേപ്പിലപ്പൊടി റെഡിയാക്കുമ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് കേട്ടോ പുളി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പുളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്പം കൂടെ എണ്ണ ബാക്കിയുണ്ട്. അതിലോട്ട് കായം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വറ്റൽ മുളകാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. ഏകദേശം 15 കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള ഉണക്കമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എണ്ണ ചേർക്കാതെയാണ് റോസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ മുളക് റെഡിയായി കഴിഞ്ഞു. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ട് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. മല്ലിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ കോരി മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ ജീരകവും നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഞാൻ തനിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പാത്രത്തിലാണെങ്കിലും തനിച്ച് നമുക്ക് വെച്ചാൽ മതി. ജീരകവും വറുത്ത് കോരി മാറ്റുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ട് 85 ml കപ്പിൽ 1 കപ്പ് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റാം. ഇനി ഇതിലോട്ട് 85 ml കപ്പിൽ 1 കപ്പ് ബദാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബദാമും കാഷ്യൂനട്ടൊന്നും ഇല്ലെങ്കിൽ ഇതേ അളവിൽ നിലക്കടല ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചാലും മതിയാകും. അടുത്തതായിട്ട് നമ്മൾ പെപ്പറാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം 3 ടേബിൾ സ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്. പെപ്പറും ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് പെപ്പർ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുന്നത് പോലെ തന്നെ വറുത്തെടുക്കാം. ഒരുപാട് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാനിതൊക്കെ വറുത്തെടുക്കാനായിട്ട് ഏകദേശം 2.5 മണിക്കൂറോളം ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുക്കുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വറുക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതുപോലെ ഞാൻ ഒരു പരന്ന പ്ലേറ്റിൽ തനിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ പൊടിക്കുമ്പോൾ തരുതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അതുകൊണ്ട് പരിപ്പും അങ്ങനെ ഹാർഡായിട്ടുള്ളതൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ തനിച്ച് വെച്ചിരിക്കുന്നത്. കാഷ്നട്ട്, ബദാം, വെളുത്തുള്ളി, ജീരകം, പിന്നെ കറിവേപ്പില ഇതൊഴികെ ബാക്കി എല്ലാതും ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, മല്ലി, മുളക്, പുളി, പിന്നെന്താ പെപ്പർ, തേങ്ങ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ആദ്യം നമുക്കിതൊന്ന് അടിച്ചെടുക്കേണ്ടത്. അല്പം കാഷ്നട്ടും ബദാമൊക്കെ വീണതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ പൊടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അല്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ആദ്യം ചേർത്ത സാധനങ്ങളെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് പൊടിക്കരുത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. കാരണം നമ്മുടെ കാഷ്നട്ടും ബദാമും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമുക്കിവിടെ തരുതരിപ്പായിട്ടല്ല ആവശ്യം. ഇപ്പം നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് പൊടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അതില്ലാതിരിക്കാനാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്പം ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും അല്പം ഉപ്പും ചേർത്തിട്ടാണ് ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ പാതി വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടാണ് 2 ബാച്ചായിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മുടെ കറിവേപ്പില പൊടി റെഡിയായിട്ടുണ്ട് കേട്ടോ. 2ഓ 3ഓ ബാച്ചുകളായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. തരുതരിപ്പായിട്ടാണ് കേട്ടോ നമ്മുടെ പൊടി ഉണ്ടാവേണ്ടത്. നമ്മുടെ കറിവേപ്പില പൊടി റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിയാനായിട്ട് അനുവദിക്കാം. കറിവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്താലും ഇതുപോലൊന്ന് കറിവേപ്പില പൊടി റെഡിയാക്കി നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. വെളുത്തുള്ളിയും പുളിയും അല്പം എണ്ണയൊഴിച്ച് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടും ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു പൊടിയാണ്. പിന്നെ ചോറിനൊപ്പവും കഴിക്കാം.
കറിവേപ്പിലപ്പൊടി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെയും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്